ഹരി ഓം. കൗരവ പാണ്ഡവ യുദ്ധം സമാരംഭിക്കാൻ പോകുന്നു. ഇതിൻ്റെ സൂചനയായി കൗരവപക്ഷത്ത് നിന്ന് ഉത്തരവാദപ്പെട്ട ഭീഷ്മരും പാണ്ഡവപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനും ശംഖങ്ങളെ മുഴക്കി. കൗരവപ്പട മുഴക്കിയ വാദ്യഘോഷങ്ങൾ വിഫലമായി എന്ന് വേണം പറയാൻ. ആകെ എല്ലായിടവും മാറ്റൊലിക്കൊണ്ടൊരു ബഹളമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പാണ്ഡവപക്ഷത്തിൻ്റെ പക്ഷേ അച്ചടക്കത്തോടെയുള്ള ശംഖധ്വനി അതൊരു അനാഹതനാദം പോലെ ധാർത്തരാഷ്ട്രന്മാരുടെ മർമ്മങ്ങളെ ഭേദിച്ചു, ഹൃദയങ്ങളെ ദ്രോഹിച്ചു. സജ്ജനങ്ങൾക്ക് അത് ശുഭപ്രതീക്ഷയുടെ, പ്രത്യാശയുടെ കാഹളമായിരുന്നു, പ്രണവധ്വനിയായിരുന്നു എന്ന് പറയാം. ഇപ്രകാരം മംഗളധ്വനി പാണ്ഡവപക്ഷം മുഴക്കിക്കഴിഞ്ഞപ്പോൾ പ്രവൃത്തെ ശസ്ത്രസമ്പാദേ, ആയുധപ്രയോഗത്തിന് സമയമായി. ധനുരുദ്യമ്യ പാണ്ഡവ, തൻ്റെ വില്ലിനെ, സജ്ജമാക്കിയ വില്ലിനെ എടുത്തൊന്ന് ഉയർത്തിപ്പിടിച്ച്. ഇത് സൂചിപ്പിക്കുന്നത് അർജുനൻ ശരിക്കും യുദ്ധസന്നദ്ധനാണ് എന്നുള്ളതാണ്. ഋഷികേശം ഇന്ദ്രിയാധിപനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനോട് വാക്യത്തെ പറഞ്ഞു. എന്ത് വാക്യത്തെയാണ് പറഞ്ഞത്? സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേച്യുത യാവതേതാൻ നിരീക്ഷേഹം യോദ്ധുകാമാനവസ്ഥിതാൻ കൈർമയാ സഹയോധവ്യം അസ്മിൻ രണസമുദ്യമേ യോത്സ്യമാനാനവേക്ഷേഹം യ ഏതേത്ര സമാഗതാഃ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേഃ യുദ്ധേ പ്രിയചികീർഷവഃ. ഇപ്രകാരം ഭഗവാൻ കൃഷ്ണനോട് അർജുനൻ സംസാരിച്ചു. രണ്ട് സൈന്യങ്ങളുടെയും മധ്യത്തിൽ എൻ്റെ തേരിനെ കൊണ്ട് നിർത്തണം, ഇതാണ് ആവശ്യപ്പെട്ടത്. ഈ ആവശ്യപ്പെടൽ ഒരു ചിന്തനീയമായ വിഷയമാകും. അർജുനനെ അവതരിപ്പിക്കുന്ന സമയത്ത് സാക്ഷാൽ ഹനുമാൻ കൊടിയടയാളമായിട്ടുള്ളവൻ, കപിധ്വജ എന്ന വിശേഷണം, ധനുരുദ്യമ്യ പാണ്ഡവ എന്ന വിശേഷണം, ഇതൊക്കെ ഭഗവത്ഗീതോപദേശത്തിന് പാത്രീഭൂതനായ പാർത്ഥനെ അവതരിപ്പിക്കുമ്പോൾ പ്രയോഗിച്ച പദങ്ങളാണ്. ഈ പദങ്ങളുടെ സാധുത ശ്രദ്ധിക്കണം. എന്താ ഈ പദങ്ങളുടെയൊക്കെ സാധുത, പ്രസക്തി? അഥവാ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്? ആധ്യാത്മികത എന്നത് ഒളിച്ചോട്ടമായിക്കൂടാ. ഭൗതികതയെ ഭയന്ന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട്. കാരണം ഭൗതിക ജീവിതം നമ്മോട് പലതും ആവശ്യപ്പെടും. തീർച്ചയായിട്ടും ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ നാം നമ്മുടെ കഴിവുകളെ ശരിയായി അറിഞ്ഞ് ആവിഷ്കരിച്ചേ തീരും. അല്ലെങ്കിൽ കുതന്ത്രങ്ങളെ കൊണ്ട് ജീവിക്കേണ്ടി വരും. രണ്ടായാലും അതിന് അതിൻ്റേതായിട്ടുള്ള പ്രയാസമുണ്ട് എന്ന് പറയാം. ദർ ഈസ് നോ ഷോർട്ട് കട്ട്സ് എന്ന് പറയാം. ഒരു കുറുക്കു വഴി ഏതായാലും ഇല്ല. റൈറ്റ്? ഇപ്പോൾ വളരെ കുടിലതയോടെ കഴിയുകയാണെങ്കിലും
തീർച്ചയായിട്ടും കയ്യടി വാങ്ങിക്കാൻ പറ്റും, പക്ഷെ അതിൻ്റെ ഫലവും അനുഭവിക്കേണ്ടി വരും. നേർവഴിക്കാണെങ്കിലും എളുതായ വഴിയൊന്നുമില്ല എന്ന് പറയും, പ്രയാസപ്പെട്ടേ തീരും. അതിൽ നിന്ന് ഒളിച്ചോടാൻ ആധ്യാത്മികതയെ ഒരു രക്ഷാകേന്ദ്രമായി ഗണിക്കാമോ? ഗണിച്ചുകൂടാ. രണ്ട്, ആധ്യാത്മികത എന്നത് ഭൗതികതയ്ക്ക് പകരമായ കാര്യമാണോ? അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് എണ്ണാമോ? അങ്ങനെയും അപമാനിക്കരുത് എന്ന് പറയുക. ചിലപ്പോഴൊക്കെ വിദ്യാർത്ഥികൾ പഠനത്തിലൊക്കെ മോശമാകുമ്പോൾ അച്ഛനും അമ്മയും ആലോചിക്കും, എന്നാൽ പിന്നെ ഇവന് പറ്റിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വല്ല ആശ്രമത്തിലും ഒക്കെ കൊണ്ടാക്കാം. അപ്പം ഇത് പറ്റില്ലെങ്കിൽ അതായിക്കോട്ടെ, ഈ നിലയിലുള്ള ഒരു പകരം വെക്കലായി, സബ്സ്റ്റിറ്റ്യൂട്ടായി ഗണിക്കാമോ? അതും അന്യായമാണ്. അത്രയും കാര്യങ്ങൾ ഇവിടെ മനസ്സിരുത്തിക്കൊള്ളണേ. ഉപനിഷത്തിലും ഇതിൻ്റേതായിട്ടുള്ള സൂചനകളെ കണ്ടെടുക്കാൻ സാധിക്കും. ഉദാഹരണമായിട്ട് കൈവല്യോപനിഷത്തിലെ ശിഷ്യൻ, കൈവല്യോപനിഷത്തിൽ പ്രപിതാമഹനോട് തത്വചിന്ത ഗ്രഹിക്കാൻ ഉദ്ദേശിച്ച് ചോദ്യം ചോദിക്കുന്ന ശിഷ്യനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അഥ അശ്വലായന ഭഗവന്തം പരമേഷ്ഠിനം ഉപസമേത്യ ഉവാച. അശ്വലായനൻ എന്ന് പറഞ്ഞാൽ നിറയെ അശ്വങ്ങളൊക്കെയുള്ള അശ്വങ്ങളുടെ അധിപതിയാണ്. ഇനി മുണ്ടകോപനിഷത്തിലെ ശിഷ്യൻ, അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് ശൗനകോ ഹവൈ മഹാശാല. ശൗനകൻ വലിയ ഗൃഹസ്ഥൻ എന്നാണ് പരിചയപ്പെടുന്നത്, മഹാശാല. ഇപ്രകാരം ആധ്യാത്മികതയുടെ യോഗ്യത ഒളിച്ചോട്ട പ്രവണത അല്ല എന്ന് തിരിച്ചറിയണം, പ്രചരിപ്പിക്കുകയും വേണം. പകരം വെക്കലായി ആധ്യാത്മികതയെ തരം താഴ്ത്തുകയും ചെയ്യരുത്. ഇതൊരു ധനികന്റെയും ദരിദ്രന്റെയും സർവരുടെയും പ്രിവിലേജാണ്. കേട്ടില്ലേ? അപ്പം ആ ഒരു അർഹതപ്പെട്ടത് സാക്ഷാത്കരിക്കാൻ ഓരോരുത്തരും ജീവിതത്തിൽ ഉത്സാഹിക്കേണ്ടതുണ്ട്. അത് നമുക്ക് പ്രേരണ നൽകാൻ ആ വിഷയത്തിൽ സാധിക്കട്ടെ. രാമകൃഷ്ണ പരമഹംസരുടെ കഥകളിൽ നിന്ന് ഒരു കഥ ദൃഷ്ടാന്തമായി പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ശിഷ്യൻ വന്നു. ശിഷ്യൻ ചില ചിട്ടകളൊക്കെ നേരത്തെ പാലിച്ചിട്ടുണ്ട്, പാലിച്ചു വരുന്നുണ്ട്. അതൊക്കെ ഗുരുവിൻ്റെ മുന്നിൽ പോയി പ്രസംഗിക്കുന്ന അധിക പ്രസംഗമാണെന്നാണ് പറയുക. എനിക്കിങ്ങനെ ചില ചിട്ടകളൊക്കെ ഉണ്ട്, നല്ലതാണ്, പാലിച്ചു വരുന്നത് നല്ലതാണ്. പക്ഷെ ഗുരുവിൻ്റെ അടുത്ത് എത്തി കഴിഞ്ഞാൽ പിന്നെ ഗുരു പറയുന്നതാണ് ചിട്ട. അങ്ങനെ ആവണമെന്നാണ്. എന്തായാലും ഇദ്ദേഹം ഗുരുകുലത്തിലെത്തി. അപ്പോൾ ഗുരു പറഞ്ഞു, ആട്ടെ, കടയിൽ പോയിട്ടൊരു കലം വാങ്ങിച്ചു കൊണ്ടുവരണം. ആശ്രമത്തിൽ ഉള്ള കലത്തിന് ഓട്ട വന്നിട്ടുണ്ട്, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഒരു നല്ല കലം വാങ്ങിച്ചിട്ട് വരണം, പോയിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ഈ ശിഷ്യൻ മറ്റു ശിഷ്യന്മാരുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, അല്ല ഇപ്പോൾ ഈ കലം വാങ്ങിക്കാനും എങ്ങനെയാണ് ഇവര് കാശൊക്കെ? അപ്പം മറ്റു ശിഷ്യന്മാർ ഉടനെ കാശ് എടുത്തു കൊടുത്ത് സഹായിക്കാൻ നോക്കുകയാണ്. അപ്പോഴാണ് പ്രശ്നം, ഇങ്ങനെ കാശ് കൈകൊണ്ട് തൊടില്ല. അപ്പോൾ മറ്റു ശിഷ്യന്മാർ സഹായിച്ചു. മുണ്ടിൻ്റെ കൊന്തല ഉണ്ടാവില്ലേ, അതിലിങ്ങനെ തിരികെ കൊടുത്തു. അവിടെ ചെന്ന് കലം ചോദിച്ചു. കടക്കാരൻ കലം എടുത്തു കൊടുത്തു. കാശ് കൊടുക്കേണ്ട സമയം വന്നപ്പോൾ എടുത്തോളാൻ പറഞ്ഞു. എടുത്തു, കലം വാങ്ങി ഇറങ്ങി. അപ്പോഴാണ് കടക്കാരൻ കൊട്ടി വിളിക്കുന്നത്, അതേ ബാക്കി വാങ്ങിച്ചിട്ടില്ല. ശിഷ്യൻ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ കടക്കാരൻ പറഞ്ഞു, വരില്ലല്ലോ. തിരിച്ചു ചെന്നു. പിന്നെയും മുണ്ടിൻ്റെ കൊന്തല നീട്ടി കൊടുത്തു, മടക്കി കുത്തി
ആശ്രമത്തിലെത്തി. ഗുരു ചോദിച്ചു, എത്രയായി വില? ശിഷ്യൻ ചോദിച്ചിട്ടില്ല. കലം കൊള്ളാമോ? അതും അറിയില്ല. കലം നല്ലതാണോ ചീത്തയാണെന്നപ്പോൾ എങ്ങനെ അറിയാം? ഗുരു വാങ്ങിച്ചു, കൊട്ടി നോക്കിയപ്പോൾ അങ്ങനെ ഒരു പരിശോധന ഉണ്ടല്ലോ. കലം നല്ല കലാണെന്ന് പറഞ്ഞാൽ കൊട്ടി നോക്കി അറിയാം. അതിൻ്റെ വേവ് എന്നൊക്കെ പറയും. ദ്വാരം ഉണ്ടോ എന്ന് നോക്കണം. പിന്നെയും പരീക്ഷണങ്ങളുണ്ട്. ഏറ്റവും മോശം കലം തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നിരിക്കണം. സമർത്ഥം തന്നെ ആ വിഷയത്തിൽ. എടോ, നല്ലൊരു കലം നോക്കി വാങ്ങാൻ കഴിവില്ലാത്ത ആളാണോ ധർമാധർമ്മ വിവേകത്തിന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്? ചോദ്യം മനസ്സിലായില്ലേ? ആത്മാനാത്മ വിവേകത്തിന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഒട്ടനെ തന്നെ സ്ഥലം കാലിയാക്കിക്കോളാൻ നിർദ്ദേശിച്ചു. താൻ പോയി വല്ല ഫുട്ബോളൊക്കെ കളിച്ച് ക്രിക്കറ്റൊക്കെ കളിച്ച്, ഇന്നത്തെ ഭാഷയിലാണെങ്കിൽ അതിൽ നിന്ന് കുറേ പഠിക്കാനുണ്ട്. അങ്ങനെയൊക്കെ ഒരു പക്വത ആർജിച്ചിട്ട് വരൂ. തിരിച്ചയച്ചു. കഥാസന്ദേശം മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കട്ടെ. യോഗ്യരാവണം. ദാരിദ്ര്യം യോഗ്യതയല്ല, കഴിവില്ലായ്മ യോഗ്യതയല്ല. അതൊക്കെയാണ് പൊതുവെ ഒരു ധാരണ. അതുകൊണ്ട് ഇവിടെ അർജുനെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിരിക്കും. ധനുരുദ്യമ്യ പാണ്ഡവ. ഇനി അടുത്ത ഘട്ടത്തിൽ അർജുനൻ ആവശ്യപ്പെട്ടതും നമുക്ക് പ്രയോജനപ്പെടുത്താം. എന്താ അർജുനൻ ആവശ്യപ്പെട്ടത്? സേനയോഹോ ഉഭയോഹോ മധ്യേ മേ രഥം സ്ഥാപയ. ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിൽ എൻ്റെ രഥത്തെ സ്ഥാപിച്ചാലും. ഈ ഒരു താല്പര്യം പല സങ്കീർണ വിഷയങ്ങളിലും തീരുമാനം എടുക്കുമ്പോൾ നമുക്കുണ്ടാവട്ടെ. കാരണം വൈകാരികമായ വിക്ഷുബ്ധികളെയൊക്കെ ജയിച്ച് വിചാരപരമായ വിവേകത്തിൻ്റെതായ തലത്തിലേക്കാണ് നമ്മൾ ഉയരേണ്ടത്. അതിന് ഈ മധ്യസ്ഥിതി വളരെ ഉപകാരം ചെയ്യും. അത് സാധാരണ ഒരു ലൗകിക പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലായാലും ശരി, ഹൗ ടു സോൾവ് എ പ്രോബ്ലം, ഈ വിഷയത്തിലും ഒരു നോമാൻസ് ലാൻഡ് അടയാളപ്പെടുത്താനും അവിടെ നിൽക്കാനും അവിടെ നിന്ന് നോക്കി വിലയിരുത്താനും ഒക്കെ നമുക്ക് സാധിക്കണം. നോമാൻസ് ലാൻഡ് എന്നുള്ള ഒരു പ്രയോഗം കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇരു രാജ്യങ്ങൾക്കും മധ്യേ ഉള്ള ഒരു ചെറിയ ഭൂഖണ്ഡം, അത് ഇരു കൂട്ടർക്കും അവകാശപ്പെട്ടതല്ലാന്ന്. നോമാൻസ് ലാൻഡ്. ഇതുപോലെ നമ്മുടെ ചിന്താഗതികളുടെ ഒരു തലം, പ്രശ്ന സങ്കീർണതകളുടെ മറ്റൊരു തലം, അതിനിടയിലുണ്ട് ഒരു നോമാൻസ് ലാൻഡ് എന്ന് പറയും. അവിടെ ഇറങ്ങിയെന്ന് നോക്കിയാലേ രണ്ടിൻ്റെയും ഗതിവിഗതികളെ അഥവാ മൂല്യങ്ങളെ ഒക്കെ വിലയിരുത്തി നോക്കാൻ കഴിയുള്ളൂ. അങ്ങനെ എടുക്കുന്ന തീരുമാനം വളരെ ഉചിതമാവും എന്ന് പറയും. അർജുനൻ ആവശ്യപ്പെട്ട ഈ ഒരു മധ്യസ്ഥിതി അത് നമുക്ക് പാഠമാവട്ടെ. ശ്രദ്ധേയമായ ഒരു സുഭാഷിതം, കക്കാല കാനി മിത്രാണി കോ ദേശഃ കൗവ്യയാഗമഃ കശ്ചാഹം കചമേ ശക്തി ഇതി ചിന്യം മുഹുർമുഹു. ഇതൊരു സുഭാഷിതമാണ്. ഇതി ചിന്യം മുഹുർമുഹു. ഇടയ്ക്കിടയ്ക്ക് ഇത് ചിന്തിക്കണം. ഏത്? കക്കാലഹ, ഏതാണ് കാലം? കോ ദേശഃ, ഏതാണ് ദേശം? കാനി മിത്രാണി, ആരൊക്കെയാണ് സുഹൃത്തുക്കൾ? കൗവ്യയാഗമഃ, വരവ് ചെലവെന്ത്? കശ്ചാഹം, ഞാനാരാ? കചമേ ശക്തി, എനിക്ക് എന്തൊക്കെ ശക്തികളുണ്ട്? ഇത് ചിന്യം. ഏത് ദൗത്യം ഏറ്റെടുക്കുമ്പോഴും ഏത് പ്രോജക്റ്റ് ആരംഭിക്കുമ്പോഴും അതുപോലെ
എന്തെന്ത് കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഇത്രയൊക്കെ ആലോചിച്ചാൽ നന്നായിരിക്കും. ആലോചിക്കണം എന്ന് പറയുക. പലതും ആരംഭിച്ച് പാതി വഴിക്ക് ഉപേക്ഷിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ വലിയ നഷ്ടവും വരുത്തി വയ്ക്കുന്നു. എന്താ കാര്യം? ഇത്രയും കാര്യങ്ങൾ പരിഗണിച്ചിട്ടില്ല. ഏതാണ് കാലം? കഷ്ടകാലം പരിഗണിക്കണം എന്ന് പറയുക. കാലം വേനൽക്കാലാണോ, മഴക്കാലാണോ, മഞ്ഞുകാലാണോ, അതിനൊക്കെ നിരക്കുന്ന കാര്യങ്ങൾ ചെയ്യണ്ടേ? പഞ്ചാബിൽ പോയിട്ടൊരു ബാർബർ ഷോപ്പ് തുടങ്ങി. അങ്ങനെ വിഡ്ഢിത്തം കാണിക്കരുത് എന്ന് പറയുക. അവിടെ ബുദ്ധിമുട്ടാവും നൃത്തം. തീരെ ഉപയോഗം ഉണ്ടാവില്ല എന്നൊന്നല്ല, ആൾറെഡി ഉണ്ട് എന്ന് പറയാം, അത്യാവശ്യത്തിന് വേണ്ടത്. പിന്നെ നിങ്ങളും പോയിട്ട് തുടങ്ങിയാൽ കാര്യമില്ല. ഒരു അസസ്മെന്റ് വേണമെന്ന് പറയും, ഒരു സർവേ നടത്തി നോക്കണം എന്നർത്ഥം. കാലം അനുകൂലമാണോ, ദേശം അനുകൂലമാണോ? കക്കാല കാനി മിത്രാണി കോ ദേശ. ഇതുപോലെ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ ശത്രുക്കളെയും പരിഗണിച്ചോളാം. ശത്രുക്കളെ പേടിച്ച് ഓടണം എന്നല്ല, ശത്രുക്കളുടെ ഒരു എന്താ പറയുക, കരുത്തും ദൗർബല്യവും ഒക്കെ മനസ്സിലാക്കിയാലും പ്രയോജനപ്പെടുത്താൻ പറ്റും. കാനി മിത്രാണി. ഈ ക്രിക്കറ്റിലും അല്ലെങ്കിൽ ഫുട്ബോളിലൊക്കെ ഇപ്പോഴത്തെ സൗകര്യം ഉപയോഗിച്ചിട്ട് അവരെന്ത് ചെയ്യും? പല കളികളും റെക്കോർഡ് ചെയ്ത് അതിങ്ങനെ വീണ്ടും 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 കാണും. അതിൽ ഓരോരുത്തരുടെയും മൂവ്മെൻറ്റ് അതൊക്കെ മനസ്സിലാക്കുന്നർത്ഥം. എന്നിട്ട് അതിൻ്റെ അപഗ്രഥനമൊക്കെ നടത്തിയിട്ടാണ് പ്രിപ്പയർഡ് ആവുക, അല്ലേ? കാനി മിത്രാണി കോ ദേശ കൗ വ്യയാഗമഃ. എന്ത് ചെലവ് വരും, എന്ത് വരവുണ്ടാവും. ഇത് വെറും ധനസ്ഥിതിയുടെ കാര്യത്തിൽ മാത്രമല്ല, ശാരീരിക ഊർജം, വൈകാരികമായ ഊർജം, ബൗദ്ധികമായ ഊർജം, ഇതിൻ്റെയൊക്കെ ചെലവ്, സമയം, ഇറ്റ് ഈസ് വെരി പ്രഷ്യസ്, നോ? അതും പരിഗണിക്കണം. കൗവ്യയാഗമഃ. ഇങ്ങനെ വരവ് ചെലവ് കണക്കെടുത്ത് നഷ്ടമാകുന്നു എന്ന് വന്നാൽ വിഡ്ഢിത്താണേ, ഇറങ്ങിത്തിരിക്കരുത്. റിസ്ക് എടുക്കലുണ്ട്, അത് വേറെ കാര്യം. അപ്പം അവിടെ റിസ്ക് എടുക്കുകയാണ് എന്നുള്ളത് നേട്ടമാകുന്ന അർത്ഥം, പരിഗണിക്കാം. പക്ഷെ ഒരു കംപ്ലീറ്റ് സ്റ്റഡി, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് എന്നർത്ഥം. കൗവ്യയാഗമഃ കശ്ചാഹം. നമ്മുടെ ഒരു പാരമ്പര്യം അത് വലിയ കരുത്താണല്ലേ. നമുക്ക് എന്താ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത് പരിഗണിക്കണം. കശ്ചാഹം കച്ചമേ ശക്തി. എൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, എനിക്ക് എത്രത്തോളം അനുഭവ സമ്പത്തുണ്ട്, എക്സ്പീരിയൻസ്, അത് പലയിടത്തും ചോദിക്കില്ലേ. കച്ചമേ ശക്തി ഇതി ചിന്യം മുഹുർമുഹു. എല്ലാ സമാരംഭങ്ങളിലും എൻ്റർപ്രണർഷിപ്പിൽ ഇത് പരിഗണിച്ചിരിക്കണം എന്നർത്ഥം. ആയാലും ശരി, ഔദ്യോഗിക മേഖലയിലായാലും ശരി, സർവോപരി ആധ്യാത്മിക രംഗത്തായാലും ശരി, ഇവയ്ക്കൊക്കെ പ്രസക്തി ഉണ്ട് എന്ന് പറയും. ഈ വിഷയം പ്രയോജനപ്പെടുത്തുമെന്ന് വിചാരിക്കട്ടെ. അർജുനൻ ആവശ്യപ്പെട്ട ഈ ഒരു രണ്ട് സൈന്യങ്ങളുടെയും മധ്യത്തിൽ നിന്ന് വിലയിരുത്തണം എന്ന ഒരു വസ്തുത, അത് ഇപ്രകാരങ്ങളിലൊക്കെ ചിന്തിക്കപ്പെടാവുന്നതാണ് എന്നർത്ഥം. സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയ മേച്യുത. ഈ ഭാഗം പറയുമ്പോൾ ആഗോള തലത്തിൽ ഭഗവത്ഗീതയ്ക്ക് അർഹമായ ഒരു ഗൗരവവും പ്രചാരവും നൽകിയിട്ടുള്ള പൂജ്യ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജിയെ അനുസ്മരിക്കാതെ വയ്യ. സ്വാമിജിയുടെ ഒരു ദൗത്യം എന്താണ്? സ്വാമിജി അന്ന് ഏറ്റെടുത്തിരുന്ന ഒരു ദൗത്യം ശ്രീമദ് വിവേകാനന്ദ സ്വാമികൾക്ക് ശേഷം, ശ്രീമദ് വിവേകാനന്ദ സ്വാമികൾ ഭാരതത്തിൻ്റെ പ്രൗഢിയെ ലോകത്തിൽ അകമാനം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഉത്സാഹിച്ചു. അതിൻ്റെ ഒരു ഫോളോ അപ്പ് പോലെയാണ് പൂജ്യ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി ചെല്ലുന്നത്. ഭഗവത്ഗീതയെ പരിചയപ്പെടുത്തുന്ന സമയത്ത്, ചിന്തിക്കുന്ന യുവജനതയെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് സ്വാമിജിയുടെ ആ ഒരു ഇൻ്റർപ്രിട്ടേഷനിലുള്ള ഒരു
എന്താ പറയുക, പ്രത്യേകത. സ്വാമിജി അവതരിപ്പിക്കുക എങ്ങനെയാ? ഹു ഈസ് അർജുന, കമാൻഡർ ഇൻ ചീഫ് ഓഫ് പാണ്ഡവ ആർമി, ആൻഡ് ഹു ഈസ് കൃഷ്ണ, സാദാ ജീപ്പ് ഡ്രൈവർ. ഇങ്ങനെ ഒരു ചിത്രം തന്നുകൊണ്ട് സംഭവങ്ങൾ വിശദീകരിക്കുന്നു. കമാൻഡർ ഇൻ ചീഫ് ഓഫ് പാണ്ഡവ ആർമി ഓർഡേഴ്സ്. അതല്ലേ സംഭവിക്കുക. എന്താ ഓർഡർ കൊടുത്തത്? സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയ. ഒബ്വിയസ്ലി വാട്ട് വിൽ കൃഷ്ണ ഡു? സാധാ ജീപ്പ് ഡ്രൈവർ ജീപ്പിൽ ചാടിക്കേറി സ്റ്റാർട്ട് ചെയ്തു. റൈറ്റ്? അങ്ങനെ ഒരു സൈനിക പരിസരത്തിൽ ഇതിനെ അഡാപ്റ്റ് ചെയ്ത് സ്വാമിജി ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും വളരെ ആകർഷകമായി തോന്നുന്നു എന്ന് പറയും, പ്രത്യേകിച്ച് യുവജനതയ്ക്ക്. എന്താ അർജുനൻ തുടർന്ന് പറയണത്? യാവതേതാൻ നിരീക്ഷേഹം യോദ്ധുകാമാനവസ്ഥിതാൻ കൈർമയാ സഹ യോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ യോത്സ്യമാനാനവേക്ഷേഹം യ ഏതേത്ര സമാഗതാഃ ധാർതരാഷ്ട്രസ്യ ദുർബുദ്ധേഃ യുദ്ധേ പ്രിയചികീർഷവഃ. ദുർബുദ്ധേഃ ധാർതരാഷ്ട്രസ്യ. സഞ്ജയനാണ് കേട്ടോ അത് ധൃതരാഷ്ട്രയെ അറിയിക്കുന്നത്. പക്ഷേ കളങ്കം കലർത്തുന്നില്ല എന്ന് പറയാം. ഉള്ളതുപോലെ ധാർതരാഷ്ട്രസ്യ ദുർബുദ്ധേ. അർജുനൻ പറഞ്ഞ വാക്കിനെ അതുപോലെ തന്നെ ഇവിടെ ഉദ്ധരിക്കുന്നു. ധാർതരാഷ്ട്രൻ, ദുര്യോധനൻ ആരാ? ദുർബുദ്ധിയാണ്. അതങ്ങനെ അല്ലാണ്ട് ആവില്ലല്ലോ എന്നൊരു ധ്വനി അങ്ങേക്കുണ്ടല്ലോ എന്ന് പറയാം. അവിടെ നിന്നാണല്ലോ തുടക്കം. ഇപ്പൊ ദുർബുദ്ധേഹേ ധാർതരാഷ്ട്രസ്യ പ്രിയചികീർഷവഃ. ദുര്യോധനന്റെ പ്രിയത്തെ കാക്ഷിക്കുന്നവരായിട്ട്. നമ്മൾ ഒരാളുടെ പ്രിയമല്ല കാക്ഷിക്കേണ്ടത് എന്നത് പാഠം. എന്താ പ്രിയത്തിന്റെ കുറവ്? പകരം എന്താണ് എന്ന് അറിയുമ്പോഴാണ് മനസ്സിലാവുക. പകരം എന്താണ്? ഹിതം. എന്താ ഹിതത്തിന്റെ മികവ്? ഹിതം എന്ന് പറഞ്ഞാൽ ആത്യന്തികമായ നന്മ. ഈ പദങ്ങൾ നമുക്ക് ആദ്യം നന്നായിട്ട് പരിചയപ്പെടാം, വ്യവഹാരത്തിൽ എപ്പോഴും ഓർമ്മിക്കാം. എനിക്ക് മറ്റുള്ളവരുടെ നന്മയിലാണോ ശ്രദ്ധ, അതോ പ്രിയത്തെയാണോ ഞാൻ ചെയ്തു കൊടുക്കുന്നത്? പ്രിയം എന്ന് പറഞ്ഞാൽ താൽക്കാലികമായ ഒരു സന്തോഷം, ബസ്. പഞ്ഞി മിഠായി പോലെയാണ്. അതിങ്ങനെ എടുക്കണമൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറേ ഉണ്ടെന്നൊക്കെ വിചാരിക്കും. പക്ഷെ ആരും. ഹിതം എന്ന് പറഞ്ഞാലോ എക്കാലത്തേക്കും നെല്ലിക്ക പോലെയൊക്കെ ഹിതം, ആത്യന്തിക നന്മ പ്രദാനം ചെയ്യുന്നത്. അപ്പൊ ഞാൻ അപരന്റെ പ്രിയമാണോ ഇച്ഛിക്കുന്നത്, പ്രിയമാണോ പ്രവർത്തിക്കുന്നത്, അഥവാ ഹിതമാണോ പരിഗണിക്കുന്നത്? ഈ ഒരു വിശകലനം നന്ന്. ഇവിടെ അർജുനന് ഇതിൽ സംശയമില്ല എന്ന് പറയും. കൗരവപക്ഷത്ത് അണിനിരന്നിരിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷം പേരും ദുര്യോധനന്റെ പ്രിയം ലക്ഷ്യമാക്കി അണിനിരന്നവരാണ്. അവരെയൊക്കെ ഒന്ന് കാണണം. ഇതാണ് താല്പര്യം. ദുർബുദ്ധേഹേ ധാർതരാഷ്ട്രസ്യ പ്രിയ ചികീർഷവഃ യേ ഏതേ അത്ര യുദ്ധേ സമാഗതാഃ താൻ അവസ്ഥിതാൻ. ഈ യുദ്ധത്തിൽ വന്നു ചേർന്ന് നിൽക്കുന്ന അവരെ, യാവത് അഹം നിരീക്ഷേ, ഞാൻ എത്ര നേരമെടുത്ത് വൃത്തിയായി കാണുമോ അത്രയും സമയം നിർത്തണം. അല്ലാതെ ജസ്റ്റ് ഓടിച്ചു പോകരുത് എന്ന് പറയും. മനസ്സിലായില്ലേ? എനിക്ക് അവരെയൊക്കെ കാണണം, അസസ് ചെയ്യണം. അപ്പം അതിന് മാത്രം സമയം അനുവദിക്കണം എന്ന് പറയാം. ഏതുവരെ ഞാൻ നിരീക്ഷിക്കുമോ അത്രയും സമയം അവിടെ തേര് നിർത്തണം. നിരീക്ഷേഹം അസ്മിൻ രണസമുദ്യമേ. വീണ്ടും ഈ യുദ്ധത്തിൽ ഉദ്യുക്തരായി എത്തിയിട്ടുള്ളവരെ
മയാ കൈഹി സഹ യോധവ്യം എത്തിയിട്ടുള്ളവരിൽ ആരോടൊക്കെയാണ് എനിക്ക് പോരാടേണ്ടത്? ഇവിടെ കർമ്മണി പ്രയോഗമാണ്. മയാ, എന്നാൽ ആരോടൊക്കെ യുദ്ധം ചെയ്യപ്പെടേണ്ടതുണ്ടോ? കൈർമയാ സഹ യോധവ്യം യോത്സ്യമാനാൻ യോദ്ധുകാമാൻ, യുദ്ധേച്ഛുക്കളായും യുദ്ധോദ്യുക്തരായി തയ്യാറായിട്ട് ഒരുമ്പെട്ട് വന്നവരല്ലേ അവരെയൊക്കെ. ഏതാൻ യാവത് അഹം അവേക്ഷ താവത്, അവരെയൊക്കെ വൃത്തിയായിട്ട് കാണുന്നത്ര സമയം തേരിനെ കൊണ്ട് നിർത്തിയാൽ. ഭീഷ്മദ്രോണ പ്രമുഖതഃ സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യേതാൻ സമവേതാൻ കുരൂനിതി. അനന്തര സംഭവത്തെ സഞ്ജയൻ തുടർന്ന് വിശദീകരിക്കുന്നു. ഇതിനു മുമ്പത്തെ ശ്ലോകങ്ങൾ അർജുനന്റെ വാക്യങ്ങളായിട്ടാണ് ചില ഗ്രന്ഥങ്ങളിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അർജുന ഉവാച, അർജുനൻ പറഞ്ഞു. എന്താ അർജുനൻ പറഞ്ഞത്? സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേച്യുത യാവതേ താൻ നിരീക്ഷേഹം യോദ്ധുകാമാൻ അവസ്ഥിതാൻ കൈർമയാ സഹ യോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ യോത്സ്യമാനാനവേക്ഷേഹം യ ഏതേത്ര സമാഗതാഃ ധാർതരാഷ്ട്രസ്യ ദുർബുദ്ധേഃ യുദ്ധേ പ്രിയ ചികീർഷവഃ. രണ്ട് സൈന്യങ്ങളുടെയും മധ്യത്തിൽ ഭംഗിയായി സേനാംഗങ്ങളെ മുഴുവൻ കാണും പ്രകാരത്തിൽ, ഒപ്പം തന്നെ എന്നാൽ ആരൊക്കെ യുദ്ധം ചെയ്യപ്പെടേണ്ടവരായിട്ടുണ്ട് അവരെയൊക്കെ പ്രത്യേകിച്ച് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടി. ഈ ഫുട്ബോൾ ടൂർണമെൻറ്റിനൊക്കെ ഇറങ്ങുന്നതിന് മുമ്പേ കോച്ച് നിർദ്ദേശം കൊടുക്കും, ഇവരെയൊക്കെ മാർക്ക് ചെയ്യണം, അവരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറയും. അപ്പം ആ നിലയ്ക്കൊക്കെ എനിക്ക് ഒരു പഠനം നടത്തേണ്ടതുണ്ട് എന്നർത്ഥം. കാരണം വലിയൊരു യുദ്ധത്തിന് ഉദ്യമിക്കുകയാണ്. അപ്പോൾ വേണ്ടത്ര മെൻ്റൽ പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടാവും. പക്ഷേ യുദ്ധക്കളത്തിൽ ഒരു സൈറ്റ് അസസ്മെൻറ്റ് അത് അത്യാവശ്യമാണ്. അതിനാണ് ആവശ്യപ്പെട്ടത്. ഭഗവാൻ എന്ത് ചെയ്തു? സഞ്ജയൻ പറഞ്ഞു തരുന്നു നമുക്ക്. ഭീഷ്മദ്രോണ പ്രമുഖതഃ സർവേഷാം ച മഹീക്ഷിതാം. ഭീഷ്മർ, ദ്രോണർ ഇവരുടെയൊക്കെ മുന്നിൽ കൊണ്ടുപോയിട്ട് സർവേഷാം ച മഹീക്ഷിതാം മറ്റ് പ്രഗത്ഭരുടെയും മുന്നിൽ കൊണ്ടുപോയിട്ട് തേര് നിർത്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭീഷ്മരെ നന്നായിട്ട് കാണാം, ദ്രോണരെ നന്നായിട്ട് കാണാം. ആ പ്രകാരത്തിലാണ് തേര് കൊണ്ടുപോയി നിർത്തിയത് എന്നർത്ഥം. തേരിനെ കൊണ്ടുപോയി നിർത്തിയത്. ഭീഷ്മദ്രോണ പ്രമുഖതഃ സർവേഷാം ച മഹീക്ഷിതാം. എന്നിട്ടോ ഉവാച, ഒന്നാം അധ്യായത്തിൽ ഭഗവാൻ ഈ ഒരൊറ്റ വാക്യമേ പറയുന്നുള്ളൂ. പാർത്ഥ പശ്യ ഏതാൻ സമവേതാൻ കുരൂൻ. 5 വാക്കുകളുള്ള ഒരു വാക്യം. ഇത്രയും ഒന്നാം അധ്യായത്തിൽ ഭഗവാൻ വാ തുറന്ന് പറയുന്നുള്ളൂ എന്ന് പറയും. വേറെ വാ തുറക്കാതെ പലതും പറയുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. ഏതായാലും ഇത്രേ പറഞ്ഞുള്ളൂ. എന്താ പറഞ്ഞത്? ഹേ പാർത്ഥ. വേറെ എന്തൊക്കെ വിളിക്കായിരുന്നു? പരന്തപ എന്ന് വിളിക്കായിരുന്നു, അർജുന എന്ന് തന്നെ വിളിക്കാമായിരുന്നു, ഗുഡാകേശ എന്ന് വിളിക്കായിരുന്നു. പല പേരുകളുണ്ട് അർജുനൻ. പേടി വന്നാലൊക്കെ നമ്മളും കുറേ പ്രയോഗങ്ങൾ സ്മരിക്കാറില്ലേ എന്ന് ചോദിക്കുക. ആ വാക്കുകളൊന്നുമല്ല ഭഗവാൻ മനഃപൂർവം ഉപയോഗിച്ചത്. മറിച്ച് പാർത്ഥ, ഏതേത് മൃദുല വികാരങ്ങൾ അർജുനനിലുണ്ടോ അതൊക്കെ ഉണർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ. ഭഗവാനും സജ്ജനായിട്ട് തന്നെയാണ് പാർത്ഥസാരഥിയായി ഇറങ്ങിയിരിക്കുന്നത്. ഭഗവാനും ദൗത്യമുണ്ട്, ധർമ്മ സംരക്ഷണ ദൗത്യമുണ്ട്, ദുർജന ശിക്ഷയുടെ ദൗത്യമുണ്ട്, സജ്ജന രക്ഷയുടെ ദൗത്യമുണ്ട്. അർജുനനെ നിമിത്തമാക്കിയിരിക്കുകയാണ്. അപ്പം മേലിൽ കാര്യങ്ങളൊക്കെ ഡിസൈൻഡായ രീതിയിൽ നടക്കണം. അതുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ
അർജുനന് സംഭവിച്ചേക്കാവുന്ന വൈകാരികമായ ഒരു ക്ഷീണത്തെ, തളർച്ചയെ, തകർച്ചയെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഭഗവാൻ ആദ്യം തന്നെ അതിന് വേണ്ടുന്ന ഏർപ്പാട് ചെയ്തു എന്ന് വേണം വിചാരിക്കാൻ. ലബ്ധാവസരം ഉപയോഗിച്ച് ഭഗവാൻ ഒരു അവസരം കിട്ടി. 2 സൈന്യങ്ങളുടെയും മധ്യത്തിൽ കൊണ്ടുപോയി നിർത്താൻ പറഞ്ഞില്ലേ? അപ്പോൾ വേണമെങ്കിൽ കർണന്റെ മുന്നിലൊക്കെ കൊണ്ട് നിർത്താമായിരുന്നു ധാരാളമായിട്ട്. അത് വിപരീതമായേനെ അർജുനന്റെ ഒരു പക്ഷേ മാനസികാവസ്ഥ. പകരം ഭീഷ്മദ്രോണ പ്രമുഖത സർവേഷാം ച മഹീക്ഷിതാം പാർത്ഥ സമവേതാൻ ഏതാൻ കുരൂൻ പശ്യ ഇതി ഉവാച. എന്നിട്ട് അർജുനനോട് പറഞ്ഞു, ഹേ അർജുന, പശ്യേതാൻ സമവേതാൻ കുരു, ഈ കുരുജനത്തെ കണ്ടാൽ. ദ്രോണാചാര്യരോട് ദുര്യോധനൻ പറഞ്ഞ പോലെ തന്നെ ദ്രോണാചാര്യരോട് ദുര്യോധനൻ എന്താ പറഞ്ഞത്? പശ്യേതാൻ ആചാര്യ മഹതീം ചമൂം എന്ന് പറഞ്ഞു. ഇവിടെ പക്ഷേ സമവേതാൻ കുരൂൻ എന്നാണ് പറഞ്ഞത്. കുരുജനങ്ങളെ. കുരുജനം എന്ന് പറഞ്ഞപ്പോഴേക്കും അവിടെ സ്വജനം എന്ന ധ്വനി കേട്ടില്ലേ? നിന്റെ ശത്രുക്കളെ കാണുമെന്നൊന്നും പറഞ്ഞില്ല. പാർത്ഥ എന്ന് വിളിച്ചയിടത്തും നമ്മളും കുട്ടികളെ പല കാര്യങ്ങളും സാധിപ്പിക്കുന്നതിന് വേണ്ടി അതാത് സന്ദർഭത്തിന് നിരക്കും പ്രകാരം വിളിക്കാറുണ്ട്. ശരിയല്ലേ? അതൊക്കെ നമുക്കറിയാം. ചില ചെല്ലപ്പേര് എന്നൊക്കെ പറയും, വീട്ടിൽ വിളിക്കുന്ന പേരുകൾ, അതൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പ്രത്യേക ഭാവം ഉണരുമെന്ന് പറയാം. അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ കോപാവിഷ്ടനായി ജ്വലിച്ചു വരുന്ന ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കുന്നതിന് വേണ്ടി ശ്രീരാമചന്ദ്ര പ്രഭു വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം, ആരായാലും കേട്ടോ ഇല്ലേ ചോദിക്കുക. വത്സ എന്ന് വിളിക്കുമ്പോൾ മുനിജനത്തെയൊക്കെ ഓർമ്മ വരും, ഋഷിജനത്തെ ഓർമ്മ വരും. സൗമിത്രേ എന്ന് വിളിക്കുമ്പോൾ അമ്മയെ ഓർമ്മ വരും. കുമാര എന്ന് വിളിക്കുമ്പോൾ സുഹൃജനങ്ങളെയും അതുപോലെ സഹോദരങ്ങളെയൊക്കെ ഓർമ്മ വരും. ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കോപത്തിന് എന്താ പ്രസക്തിയും ചോദിക്കുക, അലിഞ്ഞു പോകുന്നു വരിക. ശരിയല്ലേ? ഇതൊരു മാനേജ്മെൻ്റാണ്. അപരനിലെ വികാര വിക്ഷുബ്ധിയെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇടപെടണം. ഇവിടെ പാർത്ഥ എന്ന പ്രയോഗം. അപ്പോഴേക്ക് അർജുനൻ്റെ ചില പ്രത്യേക ഭാവങ്ങൾ ഉണർത്തി എന്ന് പറയും. പൃഥയുടെ പുത്രനാണ്, മാതൃ വൈഭവം അർജുനോർത്തു. പശ്യേതാൻ സമവേതാൻ കുരൂൻ, ഈ കുരുജനങ്ങളെ, ശത്രുജനത്തെ എന്നല്ല പറഞ്ഞത്, കുരുജനത്തെ കണ്ടാലും എന്നും പറഞ്ഞു. ഈ ഒറ്റ വാക്കുകൊണ്ട് ഭഗവാൻ ഉദ്ദേശിച്ച പ്രകാരം അർജുനനിൽ മാറ്റമുണ്ടായി. ഒരാൾ ചെന്നിട്ട് മന്ത്രോപദേശമൊക്കെ നൽകുന്ന ഒരു ആചാര്യൻ്റെ അടുത്ത് ചെന്നിട്ട് ഭാര്യ ഉണ്ടാക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് വിസ്തരിച്ചു. മന്ത്രം പറഞ്ഞു തരണമെന്ന്. അപ്പം ആചാര്യൻ പറഞ്ഞു, മന്ത്രമൊക്കെ പറഞ്ഞുതരാം, പക്ഷേ ഈ മന്ത്രം ആരും അറിയരുത്, ഈവൻ ഭാര്യ പോലും ജപിച്ചോളാൻ പറഞ്ഞു. 108 പ്രാവശ്യം ദിവസവും. അപ്പോൾ ഇദ്ദേഹം പിറ്റേന്ന് തൊട്ട് കാലത്ത് 108 പ്രാവശ്യം മന്ത്രം ജപിക്കുക. ഭാര്യ അന്വേഷിച്ചു. അപ്പോൾ വാതിലടച്ചിട്ടു, തട്ടിത്തുറപ്പിച്ചു. എന്താ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് പറയാൻ പറ്റില്ല. അത് അങ്ങനെ പറ്റില്ല. ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മരിച്ചു, എന്നാലും തിരക്കിടില്ല. ഇങ്ങനെ 4-5 ദിവസം വളരെ സങ്കീർണമായി. എന്ത് ചെയ്താലും പറയില്ല എന്ന് ഭർത്താവ് ഉറപ്പിച്ചു. 6-ാമത്തെ ദിവസം രാവിലെ ഭർത്താവ് ജപിക്കാൻ കയറിയപ്പോൾ ഭാര്യ ബാഗൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് നിറച്ച് മുറുക്കി തയ്യാറാവും. ഭർത്താവ് നാമം ജപം തുടർന്നു. ജപം കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ ഭാര്യ ഇറങ്ങിപ്പോയിരിക്കുന്നു. ബസ് വന്നു.
അതിൽ കയറി. അപ്പോൾ ഭർത്താവ് സന്തോഷത്തോടുകൂടി പറഞ്ഞു, മന്ത്രം ഫലിച്ചു. ഭഗവാൻ കൃഷ്ണന് ഇതുപോലെ സന്തോഷിക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുക. മന്ത്രം ഫലിച്ചു. എന്താ ഫലിച്ചത്? പാർത്ഥ എന്നുള്ള പ്രയോഗം കൊള്ളേണ്ടടുത്ത് കൊണ്ടു, ഉണ്ടാവേണ്ട മാറ്റം ഉണ്ടായി. ധനുരുദ്യമ്യ പാണ്ഡവ, ആ അവസ്ഥയിലൊക്കെ അല്ലായിരുന്നോ വരവ്? ആരോടൊക്കെയാണ് ഞാൻ യുദ്ധം ചെയ്യേണ്ടത്, അവരെയൊക്കെയൊന്ന് ഞാൻ നേരിൽ കാണട്ടെ, യുദ്ധത്തിന്റെ സ്ട്രാറ്റജിയൊക്കെ ഞാൻ തയ്യാറാക്കട്ടെ എന്നൊക്കെയല്ലേ ഒരുമ്പെട്ടത്. ആ അർജുൻ ഇതാണ്ടേ കിടക്കണു. കുട്ടികളോടൊക്കെ പറയുമ്പോൾ നമുക്ക് പറയാം, കാറ്റുപോയ ബലൂണ് പോലെ. തത്രാപശ്യ സ്ഥിതാൻ പാർത്ഥഃ പിതൃനഥ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതൃൻ പുത്രാൻ പൗത്രാൻ സഖീൻസ്തഥാ ശുശുരാൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരപി താൻ സമീക്ഷ്യ സ കൗന്തേയഃ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടഃ വിഷീദന്നിതമബ്രവീത്. തത്ര അവിടെ പാർത്ഥഃ അർജുനൻ കണ്ടു. തത്ര അപശ്യത് അർജുനൻ കണ്ടു. സ്ഥിതാൻ വന്ന് നിൽക്കുന്നവരെ, ഒറ്റ ശത്രുവിനെയും കണ്ടില്ല എന്നുള്ളതാണ് വസ്തുത. ആരെയൊക്കെയാണ് കണ്ടത്? പിതൃജനത്തെ. പിതൃജനം എന്ന് പറഞ്ഞാൽ പിതൃജന തുല്യരായിട്ടുള്ളവരെ, പാണ്ഡുല്യലോ ആ സ്ഥാനത്തിരിക്കുന്നവരായിട്ടുള്ള പലരെയും കണ്ടു. പിതാമഹാൻ, ഭീഷ്മര് തുടങ്ങിയവരെ കണ്ടു. ഭീഷ്മരെ പോലെ സമാദരണീയരായിട്ടുള്ള ആളുകളെ കണ്ടു. ആചാര്യാൻ, ദ്രോണരെയും കൃപരെയും തത്സ്ഥാനീയരെയും കണ്ടു. മാതുലാൻ, കുന്തിഭോജൻ, ശല്യര് തുടങ്ങിയിട്ടുള്ളവരെ കണ്ടു. ഭ്രാതൃൻ, ഇഷ്ടം പോലെ ഉണ്ട്, സഹോദരങ്ങൾ ഇരുപക്ഷത്തും. പുത്രാൻ, പുത്രരെയും പുത്രസമാനന്മാരെയും കണ്ടു, അഭിമന്യു തൊട്ട്. പൗത്രാൻ, പേരക്കിടാങ്ങളെയും കണ്ടു. സഖീൻ, സുഹൃജനങ്ങളെ. ശുശുരാൻ, ശുശുരന്മാരെയും സുഹൃത്തുക്കളെയും. തഥാ ഏവ ഉഭയോഹോ, രണ്ട് സൈന്യങ്ങളിലായിട്ടും, സേനയോരപി രണ്ട് സൈന്യങ്ങളിലും അപശ്യത് കണ്ടു. എന്നിട്ടോ അവസ്ഥിതാൻ താൻ ബന്ധൂൻ സമീക്ഷ്യ സ കൗന്തേയഃ, അണിനിരന്നിരിക്കുന്ന ബന്ധുജനങ്ങളെ ഒരു ശത്രുവിനെ പോലും പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു കാഴ്ചയിൽ കണ്ടില്ല എന്ന് പറയും. അണിനിരന്നിരിക്കുന്ന ബന്ധുജനങ്ങളെ മുഴുവൻ സമീക്ഷ്യ സ കൗന്തേയഃ, ആ അർജുനൻ കുന്തിപുത്രൻ വിഷീദൻ, വിഷാദമുള്ളവനായിട്ട്, പരയാ കൃപയാ ആവിഷ്ടഃ, പരമമായ കൃപയാൽ ആവിഷ്ട ചെയ്ത സൈറ്റ് അർജുനനെ പ്രത്യേക കൃപ ആവേശിച്ചു. ഇതം അബ്രവീത്, എന്നിട്ട് അർജുനൻ പറഞ്ഞു. ഇവിടെ ദുര്യോധനൻ സൈന്യത്തെ നോക്കി കണ്ടിട്ടുണ്ട്, കാണാൻ ദ്രോണാചാര്യരെ പ്രേരിപ്പിച്ചിട്ടും ഉണ്ട്. ദുര്യോധനന്റെ നോട്ടം പരിഗണിക്കാം. ദുര്യോധനൻ ഒരു പക്ഷത്ത് നിന്നാണ് നോക്കിക്കണ്ടത്. ശത്രുക്കളെ കൃത്യമായിട്ട് കണ്ട് അടയാളപ്പെടുത്തി സ്വപക്ഷത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. ദുര്യോധനിൽ ഉണർന്ന വികാരങ്ങൾ എന്തൊക്കെയാണ്? ഭയം, വിരോധം, സംശയം. ഭീഷ്മാദികളുടെ കാര്യത്തിൽ സംശയം, അതുപോലെ ചിലരെ കുറിച്ചൊക്കെ ഓർത്തപ്പോൾ വിരോധം, ആകെ കൂടി സൈന്യത്തെ വിലയിരുത്തിയിട്ട് ഭയം.
മനസ്സിലായില്ലേ? ഇതാണ് ദുര്യോധനിൽ ഉണർന്ന വികാരങ്ങൾ. എന്താ കാര്യം? ധൃതരാഷ്ട്രരുടെ ആന്ധ്യമാണ് ദുര്യോധനനെ ഭരിക്കുന്നത്. പ്രജ്ഞാമാന്ദ്യമാണ് ദുര്യോധനനെ ഭരിക്കുന്നത്. വിജയത്തെ സംബന്ധിച്ച് വലിയ ആശങ്ക പുലർത്തുന്നു ദുര്യോധനൻ. അർജുനനാണെങ്കിലോ ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിൽ പോയി നിന്ന് കാണണമെന്ന് തൻ്റെ ഒരു വ്യൂ പോയിന്റ്, അങ്ങനെ ഉണ്ടാവില്ലേ ഈ ചുരമൊക്കെ കയറുന്ന സമയത്ത് കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയുള്ള ചില സ്പോട്ടുകൾ ഉണ്ടാവും. ഇതുപോലെ അർജുനൻ നിശ്ചയിച്ചിരുന്നു, രണ്ട് സൈന്യങ്ങളുടെയും മധ്യത്തിലാവട്ടെ. അതിനനുസരിച്ച് പോയിന്റ് ഓഫ് വ്യൂ അത് വ്യത്യസ്തമാവുന്നുണ്ട്. തീർച്ചയായിട്ടും അത് പ്രധാനം തന്നെ എന്ന് സാരം. അർജുനനൊരു വ്യൂ പോയിന്റ് തിരഞ്ഞെടുത്തു. അതുകൊണ്ട് അർജുനന്റെ പോയിന്റ് ഓഫ് വ്യൂ അത് വ്യത്യസ്തമായി എന്ന് പറയും. ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിൽ നിന്ന് അർജുനൻ നോക്കി. അർജുനനിൽ ഉണർന്ന വികാരങ്ങൾ വിഷാദമാണ്, കൃപയാണ്, അതുപോലെ തന്നെ വൈരാഗ്യമാണ്. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വിരോധം എന്നുള്ള അർത്ഥത്തിലല്ല, ആസക്തികളൊക്കെ ഒഴിഞ്ഞുപോയി, കൊഴിഞ്ഞുപോയി. ഇങ്ങനെയുള്ള വികാരങ്ങളാണ് അർജുനനിൽ ഉണർന്നത്. എന്തുകൊണ്ട് ഈ വക വികാരങ്ങൾ അർജുനനിൽ ഉണർന്നു? ഇത് ആചാര്യന്മാര് രണ്ട് പ്രകാരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഈ രണ്ട് പ്രകാരങ്ങളും നമുക്ക് മനനത്തിന് ഉപയോഗിക്കാം. ഓക്കെ, ഒരു പ്രകാരം ഇതാണ്: അർജുനൻ ക്ഷത്രിയ ധർമ്മം അനുസരിക്കാൻ നിയുക്തനാണ്. അതിന് തന്നെ ഒരുമ്പെട്ട് വന്നിരിക്കുകയുമായിരുന്നു. ക്ഷത്രിയ ധർമ്മം അർജുനന്റെ സ്വധർമ്മമാണ്. അവിടെ സ്വജനത്തെ കാണുക എന്നുള്ളത് ഒരിക്കലും ധർമാനുസാരിയാവില്ല. തൻ്റെ ദൗത്യ നിർവഹണത്തിലാണ് സ്വധർമാനുഷ്ഠാനം അനുസരിക്കാൻ നിശ്ചയിച്ചവർ ഉദ്യുക്തരാവേണ്ടത്. ഇവിടെ യുദ്ധമാണ് സംഗതമായി വരുന്ന സ്വധർമ്മം. ആ സമയത്ത് ചെയ്യേണ്ടത് അത് ചെയ്യാൻ തൻ്റെ ഇടം കാണിക്കുക എന്നുള്ളതായിരിക്കണം സമീപനം. പക്ഷേ അർജുനൻ സ്വധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയി. അതിനെന്താ കാരണം? അതിന് കാരണം അർജുനനിലെ മമതയാണ്. സ്വജനം എന്ന് അർജുനൻ ശത്രു സൈന്യത്തെ ഉൾപ്പെടെ കണ്ട് നിശ്ചയിച്ചു പോയി. അത് അന്ധതയാണ്. മമത വലിയ ദോഷമാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? സ്വധർമ്മത്തിൽ നിന്ന് പിൻവാങ്ങും. അത്രയുള്ളൂ? അല്ല, പരധർമ്മത്തെ അനുസരിക്കാൻ തയ്യാറാവും. ഏതാ പരധർമ്മം അർജുനൻ തെരഞ്ഞെടുത്തത്? ഭിക്ഷാടനത്തെ ചെയ്യുന്നതാണ് ഭേദമെന്ന് അടുത്ത അധ്യായത്തിൽ അർജുനൻ പറയുന്നിടത്ത് പരധർമ്മം സ്വീകരിക്കാൻ പോണൂലോ എന്നത് വ്യക്തമാവുന്നുണ്ട്. ഇതാണ് ഒരു വീക്ഷണം. മറ്റൊരു വീക്ഷണം ഞങ്ങളെ പഠിപ്പിച്ചത് സംപൂജ്യ ബോധാനന്ദ സ്വാമിജി ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് മറ്റൊരു വീക്ഷണം. അത് അർജുനൻ യുദ്ധക്കളത്തിലെത്തി. ഈ സമയത്ത് അർജുനന്റെ ക്ഷത്രിയ ഭാവമായിരുന്നു പ്രകാശിതമായത്. ദേവദത്തം എന്ന ശംഖ് വിളിക്കുമ്പോഴും രണ്ട് സൈന്യങ്ങളുടെയും മധ്യത്തിൽ എൻ്റെ തേരിനെ കൊണ്ട് നിർത്തണമെന്ന് ഭഗവാനോട് സാരഥിയോട് ആവശ്യപ്പെടുമ്പോഴുമൊക്കെ ക്ഷത്രിയ വ്യക്തിത്വം നന്നായി പരിലസിച്ചിരുന്നു. പക്ഷെ ഭീഷ്മദ്രോണാദികളെ കണ്ടതോടെ അർജുനനിൽ ഒരു തപോ വ്യക്തിത്വം ഉണർന്നു വന്നു.
ഇങ്ങനെ ഒരു വ്യാഖ്യാനമുണ്ട്. പെട്ടെന്ന് അർജുനനിലൊരു തപോ വ്യക്തിത്വം ഉണർന്നു വന്നു. തപോ വ്യക്തിത്വം ഉണർന്നു വരാനുള്ള സാധ്യതയോ, ഈ കാലത്തിനിടയ്ക്ക് അർജുനൻ തപസ് ചെയ്തിട്ടുണ്ട്, ഒട്ടേറെ ഋഷീശ്വരന്മാരുമായിട്ട് സമ്പർക്കം പുലർത്തിയിട്ടുണ്ട്, പല പാഠങ്ങളും അനുസ്മരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടൊക്കെ ഇങ്ങനെ അർജുനനെ ന്യായീകരിക്കുന്നത് ശരിയോ? ശ്രുതിവിരുദ്ധമല്ല, വലിയ അന്യായമാവില്ല. ഈ നിലയിലും കൂടി മനനം ചെയ്യുന്നതുകൊണ്ട് ഗുണമുണ്ട് താനും. ആദ്യത്തെ പക്ഷം പറഞ്ഞോളൂ, മമത കൊണ്ട് സ്വധർമ്മ നിശ്ചയത്തിൽ നിന്ന് വ്യതിചലിച്ച് പരധർമ്മത്തെ ചെയ്യാൻ അർജുനൻ ഉദ്യുക്തനായി എന്ന് പറഞ്ഞോളൂ. ശരിയാണ്. മാത്രവുമല്ല, ആ പക്ഷക്കാര് ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു വസ്തുതയുണ്ട്. എന്താ വസ്തുത? അർജുനൻ തൻ്റെ ദൗർബല്യത്തിന്, വൈകാരിക വിക്ഷുബ്ധിക്ക് ദാർശനികമായ ഒരു മുഖം മൂടി അണിയിക്കുന്നു. വാസ്തവമാണ്. ഇനിയുള്ള ശ്ലോകങ്ങളിൽ അർജുനൻ വലിയ ന്യായീകരണങ്ങളൊക്കെ നിരത്തുന്നുണ്ട്. അർജുനനെ തന്നെ വാദിച്ച് സ്ഥാപിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ശരിയാണ്. പക്ഷെ തപോ വ്യക്തിത്വം സംസാരിച്ചു തുടങ്ങി എന്ന് പറയുന്നിടത്തെ ന്യായം എന്താണ്? തപോ വ്യക്തിത്വം പെട്ടെന്ന് ഉണർന്നു വന്നു, സംസാരിച്ചു തുടങ്ങി എന്ന് പറയുന്നതിൻ്റെ ന്യായം ഭഗവാൻ അർജുനൻ പറഞ്ഞത് മുഴുവൻ സശ്രദ്ധം കേട്ടു എന്നുള്ളതാണ്. പോരാ, അതിപ്പോഴല്ലെങ്കിൽ നല്ലൊരു ലിസണർ ആവുക, കേൾവിക്കാരനാവുക എന്നുള്ളത് ആദരപ്രകടനത്തിൻ്റെ ഭാഗമാണ്. മറ്റൊരു വ്യക്തിയെ നമ്മൾ വളരെ ആദരവോടെ പരിഗണിക്കണം. ഭഗവാൻ അതിന് മാതൃക കാണിക്കും, സംശയമില്ല. അഥവാ 1-ാം അധ്യായത്തിൽ അർജുനൻ പറഞ്ഞത് മുഴുവൻ ഭഗവാൻ ശ്രദ്ധിച്ച് കേട്ടു എന്നുള്ളത് ആദരണീയമായ ഒരു മാതൃകയാക്കി നമ്മൾ മാറ്റണം. ഭഗവാൻ നൽകിയിട്ടുള്ള ഉജ്ജ്വല മാതൃകയാണ്. കുടുംബങ്ങളിലായാലും ശരി, മറ്റ് സാമാജിക പരിസരങ്ങളിലായാലും ശരി, ഔദ്യോഗിക മേഖലകളിലായാലും ശരി, അപരൻ പറഞ്ഞു തുടങ്ങുമ്പോൾ അപരനെ സശ്രദ്ധം കേൾക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ ആദരണീയമായ സമീപനമായിരിക്കും. അത് നമുക്ക് മാതൃകയാവട്ടെ. അതുകൊണ്ട് മാത്രമല്ല ഭഗവാൻ കേട്ടതെന്ന് വേണം വിചാരിക്കാൻ. അക്കമിട്ട് അർജുനന്റെ പ്രസ്താവനകൾക്കൊക്കെ ഭഗവാൻ മറുപടി പറയുന്നുണ്ട്. അക്കമിട്ട് പറയുക എന്നുള്ളത് ഒരു പ്രയോഗമാണേ. അല്ലാതെ ഒന്നാമത് നീ പറഞ്ഞ കാര്യത്തിന് ഇതാ ഈ ഒരു മറുപടി, രണ്ടാമത് നീ പറഞ്ഞ കാര്യത്തിന്, അതാണ് ശരിക്കും അക്കമിട്ട് പറയുക എന്ന് പറഞ്ഞ അർത്ഥം. നമുക്ക് അങ്ങനെ ബന്ധിപ്പിക്കാൻ പറ്റുമെന്ന് പറയും. അർജുനൻ ഒന്നാമത് പറഞ്ഞ പ്രശ്നത്തിന് ഭഗവാൻ എങ്ങനെയാണ് മറുപടി പറഞ്ഞത്? 2-ാം അധ്യായത്തിലും മറ്റു പല അധ്യായങ്ങളിലേക്കും വ്യാപിക്കും പ്രകാരവും അർജുനൻ മുന്നിൽ വെച്ച ആശയങ്ങളെയൊക്കെ ഭഗവാൻ ഗൗരവപൂർവം പരിഗണിച്ചിട്ടുണ്ട് എന്നതിന് തെളിവുണ്ട്. അപ്പൊ അർജുനന് ആ ഒരു റെസ്പെക്റ്റ് കൊടുത്തു. വെറും ജൽപ്പനങ്ങളായി ഭഗവാൻ തഴഞ്ഞിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. മറ്റൊരു കാര്യം കൂടി നമുക്ക് ആലോചിക്കാനുള്ളത്, എന്തുകൊണ്ട് ഗീതോപദേശത്തിന് ഒരുപക്ഷെ നമ്മൾ മാർക്കിട്ട് കൊടുക്കുക യുധിഷ്ഠിരനാവും? ഭഗവാൻ ഇങ്ങനെ ഉപദേശിക്കാൻ വെമ്പി നിൽക്കുകയാണ്. ആരെയാ ഉപദേശിക്കുക? അത് ധർമ്മപുത്രരെ വിളിച്ചോളൂ എന്നായിരിക്കും നമ്മൾ പറയുക, ശരിയല്ലേ? പക്ഷേ ഭഗവാൻ അർജുനനെയാണ് തിരഞ്ഞെടുത്തത്. നമ്പർ 1. നമ്പർ 2, ഏറെ സൗകര്യമുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടും ആ സമയത്തൊന്നും ഉപദേശിച്ചില്ല. ഇപ്പോഴാണ് ഉപദേശിക്കുന്നത്. അതിനർത്ഥം അർജുനന്റെ ഈ ഒരു വൈകാരിക അവസ്ഥയ്ക്ക് പിറകിൽ ഭഗവാൻ അർജുനനിലെ ശിഷ്യനെ കണ്ടു എന്നതല്ലേ? മനസ്സിലാവണില്ലേ?
ഇപ്പൊ ഭഗവാൻ അർജുനൻ പറഞ്ഞതിന് മുഴുവൻ മറുപടി പറയാനുള്ള സാവകാശം കാണിച്ചു എന്നുള്ളതും, അർജുനനെ ആക്ഷേപിക്കുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും പരിഹസിക്കുന്നുണ്ട്, എങ്കിലും ഉന്നയിച്ച വിഷയങ്ങൾക്കൊക്കെ ഗൗരവപൂർവ്വം മറുപടി നൽകാൻ ഭഗവാൻ തയ്യാറായിട്ടുണ്ട്. യുധിഷ്ഠിരനെ ഉപദേശിക്കുന്നതിന് പകരം അർജുനനെ ഉപദേശിക്കാൻ നിശ്ചയിച്ചു. അതും പക്ഷേ ഏറെ സൗകര്യങ്ങൾ ഉണ്ടായിരുന്ന മറ്റ് സന്ദർഭങ്ങളൊന്നും ഉപയോഗിക്കാതെ ഇവിടെ ഇങ്ങനെയൊക്കെ പറഞ്ഞ അർജുനനെ ഉപദേശിച്ചു. അവിടെ അർജുനന്റെ യോഗ്യത തന്നെ പരിഗണിക്കാവുന്നതാണ്. ചില ആചാര്യന്മാർ പറയും അർജുനന്റെ യോഗ്യതകൾ നമ്മൾ ചിന്തിക്കേണ്ടതില്ല, ആള് ആകെ തകർന്ന് പരവശനായി, എന്നിട്ട് എന്തൊക്കെയോ ജൽപ്പനം നടത്തി, ഭഗവാൻ ഉപദേശിച്ചു, അതൊട്ട് മനസ്സിലാക്കിയിട്ടുമില്ല. ശരിയാ, ഉപദേശാനന്തരം അർജുനന്റെ ജീവിതം ഭഗവത്ഗീത സന്ദേശം ഉൾക്കൊണ്ടത് പോലെ ആയിരുന്നില്ല. അപ്പൊ അർജുനൻ തന്നെ ഇതൊന്നും കേട്ട് നന്നായിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എങ്ങനെ നന്നാവാൻ എന്ന ചോദ്യവും വരും. അതിനുള്ള ഉത്തരവും കൂടിയായിട്ടാണ് ചില ആചാര്യന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്, ഇത് അർജുനന് വേണ്ടിയായിരുന്നില്ല, നമുക്ക് വേണ്ടിയായിരുന്നു. അർജുനന് വേണ്ടിയായിരുന്നു, അർജുനനെ ഭഗവാൻ തീർച്ചയായിട്ടും ഉപദേശത്തിന് തെരഞ്ഞെടുക്കുകയായിരുന്നു എന്ന് പറയുന്നിടത്ത് ഭഗവത്ഗീതയുടെ ചരമശ്ലോകത്തോടെ ഉപദേശവും സ്വീകരണവും അതിൻ്റെ സാക്ഷാത്കാരവും കഴിഞ്ഞു എന്ന് വേണം നമ്മൾ പറയാൻ. മനസ്സിലായില്ലേ? പിന്നെ ബാക്കി കഥകളൊക്കെ വർണ്ണിച്ചതോ, ഗീതോപദേശം മനസ്സിലാക്കാൻ പാകത വന്നിട്ടില്ലാത്തവർ പിന്നെ ഇരിക്കുന്നുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടി ധർമ്മത്തിൻ്റെയും കർമ്മത്തിൻ്റെയും നിഗൂഢതകളെ കുറച്ചുകൂടി വർണ്ണിച്ചു കൊടുക്കാൻ മഹാഭാരതം തുടർന്നു എന്നേ വിചാരിക്കാനുള്ളൂ. മനസ്സിലായില്ലേ? അർജുനനിലെ ആ ഒരു തപോ വ്യക്തിത്വം, അർജുനനിലെ ഒരു ഋഷി ഒളി വീശുന്നു എന്ന് പറയും. അത് വിചാര പക്വതയുടെ പ്രകടനമായിരുന്നില്ല, തീർച്ചയായിട്ടും വികാര വിക്ഷുബ്ധി തന്നെയാണ് പ്രകടിതമായത്. പക്ഷെ അതിലെ മുത്ത് നമ്മൾ കാണാതെ പോകരുത്. ഏത് കാരണം കൊണ്ട് നമുക്ക് വൈരാഗ്യമുണ്ടായാലും അതിനൊരു സാധ്യതയായി പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ. ഇതാണ് സാരം. പല പ്രകാരവും വൈരാഗ്യം ഉണ്ടാവും. ശ്മശാന വൈരാഗ്യം എന്നൊരു വൈരാഗ്യമുണ്ട്. ഒരാൾ മരിച്ച് അദ്ദേഹത്തെ അടക്കം ചെയ്യാൻ അല്ലെങ്കിൽ സംസ്കരിക്കാൻ വേണ്ടി ചിതയിലേക്ക് എടുത്തു വെച്ചു. ആ കാഴ്ച ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആളിക്കത്തുന്ന അഗ്നിനാളങ്ങൾ ശവശരീരത്തെ ഇങ്ങനെ ദഹിപ്പിക്കുന്നത് കാണുന്ന സമയത്ത്, ഭസ്മമായി പോകുന്നത് കാണുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ജീവിതത്തിൻ്റെ നിരർത്ഥകതയെക്കുറിച്ച് എത്ര ക്ലാസ് കേട്ടിട്ടും മനസ്സിലാവാത്ത അത്രയും ആഴത്തിൽ മനസ്സിലായി പോകും. തിരിച്ചു വരുമ്പോൾ നമ്മൾ തീരുമാനിക്കും മതിയെല്ലാം. എത്ര ദിവസത്തേക്ക്? ശ്മശാന വൈരാഗ്യം. പക്ഷെ ആ ഒരു അവസ്ഥയെ വേണമെങ്കിൽ പ്രയോജനപ്പെടുത്താം എന്ന് പറയാം. ചിലർ അതോടുകൂടി രക്ഷപ്പെടും. മനസ്സിലാവണില്ലേ? ഒരിക്കലും ഒരാൾ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയായിരുന്നു, കോട്ടും സൂട്ടും ബൂട്ടും ഒക്കെ അണിഞ്ഞ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഒരു യാചകൻ വന്നു കയറിയത്. അയാൾ യാചിച്ചു, ഭിക്ഷ യാചിച്ചു, അല്ലെങ്കിൽ കാശോ എന്താ വെച്ചാൽ. ഈ സമയത്ത് ഈ ഉദ്യോഗസ്ഥൻ, ജോലിക്ക് ഇറങ്ങിയ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഇവിടെ ഒന്നുമില്ല അപ്പോ. അയാൾ ദയനീയമായ ഒരു നോട്ടവും നോക്കി ഇറങ്ങിപ്പോയി. ഇദ്ദേഹം നിന്ന നിൽപ്പിൽ കുറച്ചു നേരം സ്തബ്ധനായി നിന്നുപോയി. നേരെ അകത്തുപോയി. ഇത് സംഭവിച്ച കഥയാത്രേ. വസ്ത്രങ്ങളൊക്കെ അഴിച്ചു വെച്ചു, സാധാ വസ്ത്രം എടുത്തണിഞ്ഞു പോയി. വീട്ടുകാരോട് പോലും പറഞ്ഞില്ല. പിന്നീട് അദ്ദേഹം വലിയ സന്യാസിയൊക്കെ ആയി. ഇത് സംഭവിച്ച കഥയാണെന്നാണ് സ്വാമി കേട്ടിട്ടുള്ളത്. ആ യാചകന്റെ ആ ഒരു ദയനീയ ഭാവവും അഥവാ അദ്ദേഹത്തിൻ്റെ നോട്ടം വലിയൊരു സന്ദേശം നൽകിയിട്ടുണ്ടാവും. എൻ്റെ ഈ അഭിമാനമൊക്കെ എത്ര കാലെന്നോ, അങ്ങനൊരു അത് മതിയായിരുന്നു. അതുകൊണ്ട് അർജുനൻ്റെ ഈ ഒരു വൈകാരിക പ്രകടനങ്ങളെയൊന്നും നമ്മൾ ചെറുതാക്കി കാണുന്നില്ല, ഭഗവാൻ ചെറുതാക്കി കണ്ടിട്ടില്ല.
ആ നിലയ്ക്കും ഒരു വ്യാഖ്യാനം. എല്ലാ വ്യാഖ്യാനങ്ങളും പഠിക്കൂ. ഏതാണ് ഉചിതം മനനം ചെയ്യാൻ പ്രയോജനപ്പെടുത്തിക്കോളൂ. അർജുനിലെ തപോ വ്യക്തിത്വം സംസാരിക്കുന്നു. ആ ദൃഷ്ടിയിൽ നമ്മൾ പറയുന്നു, അർജുനനെ ഇങ്ങനെ നോക്കിക്കണ്ട സമയത്ത് വസുധൈവ കുടുംബകം, എല്ലാം എൻ്റെ ബന്ധുക്കളല്ലേ, ഇവിടെ ആര് ശത്രു എന്നൊരു തോന്നൽ വന്നു. അങ്ങനെ ഉണ്ടാവും. ഒരുപാട് പേർ മരിച്ചു കിടക്കുന്ന ശ്മശാന ഭൂമികയിലൂടെ, യുദ്ധഭൂമി തന്നെ ശവപ്പറമ്പായ യുദ്ധഭൂമിയിലൂടെ നടന്നുപോയ അശോകന് കലിംഗ യുദ്ധത്തിന്റെ അവസാനത്തിൽ പെട്ടെന്ന് യുദ്ധം മതി എന്നുള്ള തോന്നൽ വന്നു. മനസ്സിലാവുന്നില്ലേ? അപ്പൊ അവിടെ അശോകനിലെ തപോ വ്യക്തിത്വം ഉണർന്നു എന്ന് പറഞ്ഞൂടെ? എന്തൊരു മാറ്റം പിന്നീട്. യുദ്ധങ്ങൾക്കൊക്കെ അറുതി കുറിച്ചു എന്ന് പറയുക. ആ ഒരു കാഴ്ച നചികേതസിലെ ഈ ഒരു പരിണതി ഉണ്ടായത് കഠോപനിഷത്തിലെ ശിഷ്യനാണ്. ദക്ഷിണാർത്ഥം പശുക്കളെ നൽകുന്നത് കണ്ടപ്പോഴാണ്. ശ്രദ്ധാവിവേശ. അതുവരെ ഉണ്ടായിരുന്ന ഒരു ബാലകനായിരുന്നില്ല, പിന്നെ ആകെ മാറി. സംഭവിച്ചേക്കാം. അച്ഛൻ്റെ മടിയിലിരിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടപ്പോൾ ധ്രുവകുമാരനിൽ മാറ്റമുണ്ടായി. ഇങ്ങനെ പല സന്ദർഭങ്ങളിലും സിദ്ധാർത്ഥ രാജകുമാരന്റെ ഇറങ്ങിപ്പോക്കും ഒക്കെ അർജുനൻ അങ്ങനെ നോക്കിക്കണ്ടു. സ്വജനമാണ്. അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ചിട്ടുള്ള അർജുനൻ. ഋജുത്വ ബുദ്ധി, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ചിന്തയാണെന്നാ പറയാം. അങ്ങനെയുള്ള അർജുനൻ അർത്ഥകാമങ്ങൾക്കതീതമായി ജീവിതത്തിന് ചില ആഴങ്ങളുള്ളതായിട്ട് ആഴത്തിൽ തന്നെ അറിഞ്ഞവനായി. അത് തുടർന്നുള്ള വാക്യങ്ങളിൽ പ്രകടമാവുന്നുണ്ട്. ഭഗവാൻ എന്തേ പിന്നെ ആക്ഷേപിച്ചു എന്നാണെങ്കിലോ പരീക്ഷിച്ചു നോക്കിയതായിരിക്കാം. നേർവഴി ഉപദേശിച്ചു കൊടുക്കണമെങ്കിൽ ലൗകികതയെ നിരാകരിക്കരുത്, സ്വധർമ്മത്തിന്റെ പാതയിലൂടെ, സ്വധർമാനുഷ്ഠാനത്തിന്റെ പാതയിലൂടെ വേണം പോകാൻ എന്ന് പറയാൻ വേണ്ടി ആക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷേ പറഞ്ഞതൊന്നും ചെറുതായി കണ്ടുകൂടാന്ന് പറയാം. ആ ഒരു വിലയിരുത്തൽ, വാസ്തവത്തിൽ നമ്മുടെയൊക്കെ ജീവിതം തീരുമാനിക്കുന്നത് വിലയിരുത്തലുകളാണ്. ഓരോന്നിനും നമ്മൾ ഓരോരോ വില അതിൽ കൽപ്പിച്ചു നൽകിയിരിക്കുന്നു. ഇവിടെ അർജുനന്റെ വിലയിരുത്തലിൽ വലിയൊരു വഴിത്തിരിവ്, വലിയൊരു ടേണിംഗ് പോയിന്റ് സംഭവിച്ചിരിക്കുന്നു എന്നർത്ഥം. ഭീഷ്മദ്രോണാദികളൊക്കെ ധർമ്മിഷ്ഠരല്ലേ, എന്നിട്ടും അർജുനൻ ചോദിച്ചു പോകും. ഹൃദയത്തിൽ സ്നേഹത്തിന്റെ വലിയൊരു വേലിയേറ്റം ഉണ്ടാവുന്നു. ആ വികാര പ്രകടനങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നോക്കാം നമുക്ക്. ഹൃദയത്തിൽ സ്നേഹത്തിന്റെ വലിയൊരു വേലിയേറ്റം. ആരാണ് ഇതിൽ കുറ്റക്കാരൻ? ദുര്യോധനൻ പോലും എന്ത് കുറ്റമാണ് ചെയ്തത്? അർജുനൻ ആലോചിച്ചു പോകുന്നത് വരെ. മനസ്സിലായില്ലേ? നമ്മളൊക്കെ അങ്ങനെ ആലോചിച്ചു പോകില്ലേ? ദുര്യോധനൻ കുറ്റക്കാരനാണോ? ഓരോരുത്തരുടെയും പരിസരത്തിൽ നിന്നുകൊണ്ട് അവരുടെ വികാര വിചാരങ്ങളിലൂടെ നോക്കുമ്പോൾ അവരവരുടെ ചെയ്തികൾ വളരെ ന്യായങ്ങളാണെന്ന് കാണില്ലേ? അതൊക്കെ അർജുനൻ ആലോചിച്ചിട്ടുണ്ടാവണം. യുദ്ധമാണോ ഈ ഒരു സങ്കീർണ സ്ഥിതിക്ക് പരിഹാരം? ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, നൂലിഴ കീറി പരിശോധിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒന്നിലും തെറ്റ് കാണാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് അർജുനൻ ഉയർന്നു. ഇവിടെ സ്വാഭാവികമായും ഒരു ചോദ്യം ഉണരാം. എന്തേ ഇന്നലെയിലുള്ള ഒരു വിഷാദം നേരത്തെ വന്നു ചേർന്നില്ല? അർജുനൻ അറിയില്ലായിരുന്നോ? തീർച്ചയായിട്ടും അറിയാമായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ
അർജുനനിലെ ക്ഷത്രിയനാണ് ചിന്തിച്ചത്, ക്ഷത്രിയനാണ് വിലയിരുത്തിയത്, ക്ഷത്രിയനാണ് നോക്കിക്കണ്ടത്. പാശുപതാസ്ത്രം സ്വന്തമാക്കുന്നിടത്തൊക്കെ ക്ഷത്രിയ ഭാവമാണ് മുന്നിട്ട് നിന്നത്. പക്ഷെ ഇവിടെ ഈ ഒരു പ്രത്യേക സന്ദർഭത്തിൽ അതുവരെ ഗ്രഹിച്ച പല പാഠങ്ങളും അർജുനനെ സ്വാധീനിച്ചു. അപ്പൊ ഒരു വലിയ അന്തസംഘർഷം, പുറത്തൊരു മഹാഭാരത യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ അർജുനന്റെ അകത്ത് ഒരു യുദ്ധം, രണ്ട് വ്യക്തിത്വങ്ങൾ തമ്മിൽ. ഒരു വശത്ത് ക്ഷത്രിയൻ, ദുര്യോധനന്റെ അധർമ്മത്തിന് പകരം ചോദിക്കണം, എന്നിട്ട് ധർമ്മത്തെ സംസ്ഥാപനം ചെയ്യണം, രാജ്യത്തെ മാതൃകാപരമായ രീതിയിൽ ഭരിക്കണം എന്ന പ്രകാരത്തിൽ ക്ഷത്രിയ വ്യക്തിത്വം വാദിക്കുമ്പോൾ, മറുവശത്ത് ആഫ്റ്റർ ഓൾ വാട്ട് ഇസ് ഇറ്റ്, എന്താ അപ്പം അതിലൊക്കെ ഒരു കാര്യമുള്ളത് എന്നൊരു ചോദ്യം. ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട അർജുനൻ ചിന്തിക്കുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അർജുന ഉവാച, അർജുനൻ പറഞ്ഞു, ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീതന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപഥുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായത്തെ ഗാണ്ഡീവം സ്രംസത്തെ ഹസ്താത് ത്വക്ചൈവ പരിദഹ്യത്തെ ന ച ശക്നോമ്യവസ്ഥാതും ഭ്രമതീവ ച മേ മനഃ. കൃഷ്ണ, എൻ്റെ സങ്കീർണമായ വൈകാരിക മാനസിക ദൗർബല്യങ്ങളെയൊക്കെ ഹരിക്കാൻ കരുത്തുള്ള പ്രഭോ, കൃഷ്ണ, ഹരിക്കുന്നവനെ, നശിപ്പിക്കുന്നവനെ, ശോകമോഹ അപഹർത്താവെ, യുയുത്സും യുദ്ധസന്നദ്ധരായി, സമുപസ്ഥിതം ഇമം വന്നു ചേർന്നിട്ടുള്ള ഇവരെ, സ്വജനം, അവരെ ഒന്നും ശത്രുക്കളായിട്ട് എനിക്കിപ്പോൾ കാണാൻ പറ്റണില്ല. സ്വജനം ദൃഷ്ടുവ മമ ഗാത്രാണി, എൻ്റെ അവയവങ്ങൾ, സീതന്തി തളരുന്നു പ്രഭു. പെട്ടെന്ന് അവയവങ്ങൾക്ക് ബലം നഷ്ടപ്പെട്ടതുപോലെ, പെട്ടെന്ന് അവയവങ്ങൾക്ക് ബലം നഷ്ടപ്പെട്ടതുപോലെ. സീതന്തി മമ ഗാത്രാണി മുഖം ച, മുഖം എന്ന് പറഞ്ഞാൽ മുഖം എന്ന് അർത്ഥമെടുക്കാം, വായ എന്ന് അർത്ഥമെടുക്കാം. പരിശുഷ്യതി, ആകെ വരളുണു, വായയിൽ വെള്ളമില്ല, വെള്ളം പറ്റിയ അവസ്ഥ എന്നൊക്കെ പറയില്ലേ, അതനുഭവപ്പെടുക. മുഖമൊക്കെ വരണ്ടു പോയതുപോലെ. പിന്നെയോ വേപഥുശ്ച ശരീരേ മേ, മേ ശരീരേ വേപഥു, ശരീരത്തിനൊരു വിറയൽ, മനസ്സിലായില്ലേ? എന്താ അറിയില്ല, ഒരു ബലം നഷ്ടപ്പെട്ടത് മാത്രമല്ല, വിറയ്ക്കുകയും ചെയ്യുക. രോമഹർഷശ്ച ജായത്തെ, രോമഹർഷവും ഉണ്ടായി, ശരീരത്തിന് വിറയലുണ്ടായി, ആകെ ഒരു രോമാഞ്ചം. ഈ രോമാഞ്ചത്തെയാണ് ചിലര്, ഇതൊരു അർജുനനെ ബാധിച്ചത് വിഷാദമാണെങ്കിലും ആ വിഷാദത്തിൽ ഒളിമിന്നുന്ന ഒരു ശിഷ്യനുണ്ട്, ശിഷ്യന്റെ യോഗ്യതയുണ്ട്. ഈ രോമാഞ്ചത്തെ ഒരാചാര്യൻ വിളിച്ചിരിക്കുന്നത് മിസ്റ്റിക് സ്പെൽ എന്നാണ്. വിഷാദം തന്നെ, പക്ഷേ അതിലൊരു ഒളിയുണ്ട് എന്ന് പറയും. ശ്രീരാമചന്ദ്ര പ്രഭുവിന് ഇതേ അവസ്ഥയുള്ളതായിട്ട് യോഗവാസിഷ്ഠത്തിലും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇപ്പം രോമഹർഷം എന്നുള്ള പദം പ്രത്യേകം പരിഗണിക്കണം. വിഷാദത്തെ സംബന്ധിച്ചും അതിന് പിറകിൽ കൃപയുണ്ടായിരുന്നു എന്നും അതുപോലെ പരാശബ്ദവും ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചേർത്ത് വെച്ച് വായിക്കണമെന്നാണ് ചില ആചാര്യന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതൊക്കെ പരിഗണിക്കാം. രോമഹർഷശ്ച ജായതി, ഇങ്ങനെ ശരീരത്തിൻ്റെ ഒരു ദുരവസ്ഥ അത് വ്യക്തമാക്കി. പിന്നെയോ ഗാണ്ഡീവം പോലും കയ്യിൽ നിന്ന് ഊർന്നു പോകുന്നു. ഏതാ ഈ ഗാണ്ഡീവം? ഉറക്കത്തിലും അർജുനൻ കയ്യിൽ നിന്ന് വിടില്ല അത്രേ. കുറച്ച് അതിശയോക്തി ഉണ്ടാവുമായിരിക്കും. വീണ്ടും അർജുനന് ഗാണ്ഡീവത്തോടുള്ള ആ ഒരു അഭിമാനവും പ്രതിപത്തിയും
പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ചൂണ്ടിക്കാണിക്കാവുന്ന കാര്യം യുദ്ധാനന്തരമാണ്. പക്ഷേ ഇവര് മഹാപ്രസ്ഥാനത്തിന് പുറപ്പെട്ടു. മഹാപ്രസ്ഥാനത്തിന് എല്ലാവരും എല്ലാം ഉപേക്ഷിച്ച് അങ്ങനെ പോകുമ്പോൾ അർജുനുണ്ട് ഗാന്ധിയുമായിട്ട്. യുധിഷ്ഠിരൻ ചോദിച്ചു എന്തിനാണ് ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയുക. അത്രയും അങ്ങനെയുള്ള അർജുനന്റെ കയ്യിൽ നിന്ന് ഗാന്ധീവം ഊർന്നു വീണു എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് എ സിമ്പിൾ തിങ് എന്ന് പറയുക. അത് നിസ്സാരമായ കാര്യമല്ല.